1974 ജൂൺ 8 ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകളാൽ ക്രിസ്തുജ്യോതി എന്ന പേരിൽ ആരംഭിച്ച ഈ മഠം കോയമ്പത്തൂർ ഹോളി ട്രിനിറ്റി പള്ളി വികാരിയായിരുന്ന റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ കടമ്പാട്ടുപറമ്പിലാണ് വെഞ്ചരിപ്പ് കർമ്മം നടത്തിയത്. ബഹുമാനപ്പെട്ട സിസ്റ്റർ ജലാസ്യമ്മയുടെ നേതൃത്വത്തിലുള്ള 4 സഹോദരിമാരാണ് ഈ ഭവനത്തിലെ ആദ്യ അംഗങ്ങൾ. 1974 ജൂൺ 10 മഠത്തോടനുബന്ധിച്ച് പ്രകാശമായി ഈ ഭവനവും സ്ഥാപനവും നിലകൊള്ളുവാൻ ദൈവം ഇടവരുത്തി. പ്രഭാതത്തിൻ്റെ മനോഹാരിതയാൽ സുഗന്ധം പരത്തുന്ന പൂക്കളും പ്രകാശത്തിൻ്റെ പ്രഭചൊരിഞ്ഞുകൊണ്ട് ഉരുകി അണിയുന്ന തിരികളും ചിരകടിച്ചു നിൽക്കുന്ന മാലാഖമാരുടെ സ്തുതിഗീതങ്ങളും കൊണ്ട് മുഖരിതമായ ഈ അൾത്താരെ ഇരുളിലും പകലിലും കുടവിരിച്ച് രാത്രിയുടെ ഇരുൾവഴികളിൽ വെളിച്ചമായി സഹനത്തിൻ്റെ തീവ്രതയിൽ അസാധ്യമെന്ന് തോന്നിയ അനുഭവങ്ങളിൽ ചെങ്കടലിനെ വീണ്ടും വിഭജിച്ച് സുരക്ഷിതമായ പാത ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കി തന്നു. ഞങ്ങൾ വന്നു ചേർന്ന് കഴിഞ്ഞ 50 വർഷക്കാലം ഞങ്ങളുടെ ഭവനത്തിലേക്കും ശുശ്രൂഷാരംഗമായ വിദ്യാലയത്തിലേക്കും നാളിതുവരെ ചുരുങ്ങ നന്മകൾക്ക് സ്തുതി പാടുമ്പോൾ കഴിഞ്ഞുപോയ ഇന്നലകളിൽ അങ്ങ് താങ്ങായ നിലവിനെ ഓർത്ത് കൂത്തുകരങ്ങളോടെ ശിരസ്സ് നമിക്കുന്നു. ദൈവമേ, ഇന്നോളം ഈ ഭവനത്തിൻ്റെ വളർച്ചയുടെ പാതയിൽ തണലേറിയ സഭാധികാരികൾ, ലോക്കൽ സുപ്പീരിയേഴ്സ്, ആത്മീയ പാലകർ, വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്ത് കടന്നുപോയ സഹോദരങ്ങൾ, സഹായഹസ്തവുമായി ഓടിയെത്തിയ ഉപകാരികൾ, ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങി സഹകാർമ്മികരോട് ചേർന്ന് സ്നേഹത്തിൻ്റെ ഈ ബലിക്കല്ലിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെച്ച് ഒരു മനസ്സോടെ ഭക്തിയോടെ നന്ദിയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. ദിനവൃത്താന്ത പുസ്തകം 1-ാം പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യം. ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 50 വർഷക്കാലം ഈ FCC ഭവനത്തിലൂടെ, ഇതിൻ്റെ പരിസരങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും കൂടുതൽ ദൈവാനുഗ്രഹം അപേക്ഷിക്കാനും നമ്മൾ ഒന്നിച്ചുകൂടിയിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനായി കടന്നു വന്നിരിക്കുന്ന സ്നേഹാദരങ്ങളോടുകൂടി അഭിവന്യമാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവിനെ ഈ ബലിയർപ്പണത്തിലേക്കും നമ്മുടെ ഈ കൃതജ്ഞതാ ബലിയിലേക്ക് ഏറെ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ലൂർദ് ഇടവകയിൽ വിവിധങ്ങളായ വർഷങ്ങളിൽ സേവനം ചെയ്ത് കടന്നുപോയി FCC ഭവനത്തിൻ്റെയും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലെയും ചുക്കാൻ പിടിച്ച നിരവധി മുൻ വികാരിമാരും കൊച്ചന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഏറെ സ്നേഹപൂർവ്വം കൃത്യമായി ഈ കൃതജ്ഞതാ ബലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പ്രോവിൻസിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും കടന്നെത്തിയിരിക്കുന്ന കപ്പൂച്ചന്മാരെയും അവർ FCC സമൂഹത്തോട് ചേർന്ന് ആഫ്രിക്കയിൽ സേവനം ചെയ്യുന്നവരാണ്. അവരെയും ഏറെ കൃത്യമായി ഈ കൃതജ്ഞതാ ബലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് ചേർന്ന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് കൂടുതൽ കൃപകൾ യാചിച്ച് അഭിവന്യ പിതാവിനോടൊപ്പം ബലിയർപ്പിച്ച്
സർവേശ്വരവും സ്തുതിഗീതം. ലോകത്തിൽ സർവേശ്വരവും സ്തുതിഗീതം. സർവേശ്വരവും സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താരേ, നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ.
സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹ ഫലമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മ ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പാടും തുകലെന്നും ഞാൻ സകലേശായും തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനായ അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കുടിച്ചോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Yeah.
പരിശുദ്ധനും സുത്തരകനും ബലവാനും മർദ്ദനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവേ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 25, 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, ദൈവം അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളോട് മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം, അധ്യായം 1, 2 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുൻപാകെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയും
സാധനം സ്വീകരിച്ചു. പരിശുദ്ധ സുവിശേഷം അധ്യായം 5:14 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവായ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹകാർമ്മികരായ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള പ്രൊൻഷ്യാലമ്മ ടെരസീനമ്മ, അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഹോദരിമാരെ, സെറാഫിക് പ്രൊവിൻസിൻ്റെ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന സഹോദരിമാരെ, ഈ പരിശുദ്ധ കുർബാനയിൽ ഈ സഹോദരിമാരോടൊപ്പം പങ്കുചേർന്ന് സന്തോഷിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി ഈ ദിവസങ്ങളിൽ ആയിരിക്കുകയാണ്. ക്രിസ്തുജ്യോതി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ ഉണ്ടായിരുന്ന വല്യച്ഛന്മാരും കൊച്ചച്ഛന്മാരും മത്സര ബുദ്ധിയോടെ എത്തിയിരിക്കുക. മത്സരബുദ്ധി ഞാൻ കൂട്ടിച്ചേർത്ത അവർക്ക് മത്സരമൊന്നും കാണില്ല, പക്ഷേ ആഗ്രഹത്തോടു കൂടി എത്തിച്ചേർന്നിരിക്കുക. നമ്മൾ അവരെ ശിഷ്യന്മാരെ അവരെ ഒന്ന് ക്ഷണിച്ചു, ശരിയാണ്. എന്താണ് ക്ഷണിക്കാത്തത് എന്നുള്ള വിഷമത്തോടു കൂടി ഇരിക്കുന്നവരുണ്ടായിരുന്നിരിക്കും. അത്രയ്ക്ക് താല്പര്യത്തോടു കൂടിയാണ് അച്ഛന്മാരെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ വെറുതെ വന്നതെന്ന് ആരും പറയില്ല, ഞങ്ങൾ അവകാശത്തോടു കൂടി വന്നതാണ്. അച്ഛന്മാർ രാജിവെച്ചിട്ട് കൂടി ഇരിക്കുന്നു. എല്ലാ അച്ഛന്മാരും ഉണ്ട്, നമ്മുടെ മുൻവികാരിമാരായിട്ടുള്ളവരും അച്ഛന്മാർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഹൃദയ അടുപ്പമാണ് എല്ലാവർക്കും. ഇനി കുറച്ച് പേരൊക്കെ ഓൺ ദ വേ എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സമയത്ത് കുർബാനയ്ക്ക്. അപ്പൊ അങ്ങനെ ഒരു ഹൃദയപരമായ ഒരു സന്തോഷവും ഒരു അടുപ്പവും ഐക്യവും ഒക്കെ പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട്
മുൻകാലങ്ങളിൽ തുടങ്ങി വെച്ച സ്നേഹോഷ്മളത ഒന്നുകൂടി വിളമ്പി അനുഭവിക്കാൻ, രുചികരമായ രീതിയിൽ ആസ്വദിക്കുവാനുള്ള ഒരു സമയമായി ഈ ജൂബിലി ആഘോഷത്തെ കണക്കാക്കുക. ഇടവക പള്ളിയിലെ തിരുനാൾ പോലെ പല ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ജൂബിലി ആഘോഷം. നോട്ടീസൊക്കെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. വലിയൊരു ഫൊറോനപ്പള്ളി, ഫൊറോനപ്പള്ളിയാണല്ലോ നമ്മുടെ എല്ലാവരും ഫൊറോനപ്പള്ളിയാണ്. ഇപ്പോൾ ഫൊറോനപ്പള്ളിയിലെ തിരുനാളിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് വേണേൽ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് ഇനി പള്ളിയിൽ തിരുനാൾ വേണ്ടെന്ന് ആരും വിചാരിക്കണ്ട, അങ്ങനെ തീരുമാനിക്കണ്ട. തിരുനാൾ കഴിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു രണ്ടാം ഘട്ടമാണ്. ശരിക്കും ഇടവക തിരുനാളിൻ്റെ ഒരു രണ്ടാം ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടത്തെക്കാളും കുറച്ചുകൂടി പ്രബലമാണ്, മെച്ചപ്പെട്ട രീതിയിലാണ് രണ്ടാമത്തെ ഘട്ടം. നമ്മുടെ തന്നെ ഈ സഹോദര സ്ഥാപനത്തിൻ്റെ ഈ സന്തോഷത്തിൽ, ജൂബിലിയിൽ നമ്മൾ പങ്കുചേരും. എനിക്ക് കാണാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന കുറേ സഹോദരന്മാർ, ഇടവാക്കളായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ എനിക്ക് നേരിട്ട് കാണും, നിങ്ങൾക്ക് കാണുന്നില്ല. അവിടെയൊക്കെ മനസ്സെനിക്ക് വായിക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം വന്നതിൻ്റെ സന്തോഷം അവർ പങ്കുവയ്ക്കുന്നത്, മനസ്സുകൊണ്ട് പങ്കുവയ്ക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ശരിയാണെന്ന് അവർ പറയുന്നത്. നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നേക്ക് വന്നിരിക്കുന്നു. പരസ്പരം അറിയാവുന്നവർ, ഈ സ്ഥാപനത്തിൻ്റെ ആനുകൂല്യങ്ങളും നന്മകളും അനുഭവിക്കുന്നവർ, അങ്ങനെ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരുന്നവർ, അങ്ങനെയൊക്കെ. സഹോദരങ്ങളെ, ഇത് ദൈവം നമുക്ക് തന്ന ഒരു അനുഗ്രഹം അല്ലേ? ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം. ദൈവത്തിൽ നിന്നുള്ളത് നിലനിൽക്കും, അല്ലാത്തതൊക്കെ കെട്ടടങ്ങിപ്പോകും. അങ്ങനെ വിശുദ്ധഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കും. ദൈവത്തിൽ നിന്നുള്ളത് നിലനിൽക്കും. നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സ്റ്റാറ്റസ് ക്വോ മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നുള്ളതല്ല, ഫ്ലറിഷ് ചെയ്യുക എന്നുള്ള, ഡെവലപ്പ് ചെയ്യുക, ഗ്രോ, വളരും. അപ്പോ വെറുതെ ഒരു നിലനിൽപ്പ് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കൊണ്ടുപോകുന്ന രീതി അല്ലാതെ ഒരു വളർച്ച, ഡൈനാമിക് ആയിട്ടുള്ള ഒരു അവസ്ഥ, അത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മൂലം സംഭവിക്കുന്നത്. അത് സഭാ സമൂഹത്തിലാണെങ്കിലും, എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭാ സമൂഹത്തിലാണെങ്കിലും, വിശ്വാസി സമൂഹത്തിലാണെങ്കിലും, സ്ഥാപനങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള ഒരു പുരോഗതി, ഒരു വളർച്ച പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളുണ്ട്. അപ്പൊ ദൈവികമായ ഇടപെടലുള്ള ഒരു സ്ഥാപനത്തില് സന്തോഷകരമായ ഒരു സമയം വന്നു ചേരുമ്പോൾ നമ്മളും അതിന് പങ്കുചേരുക, സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുക. അത് ചുരുക്കം പറഞ്ഞു വന്നതാണ്. ഇങ്ങനെ ഈ പ്രദേശത്ത് ഒരു വലിയ അനുഗ്രഹമായിട്ട് നിലകൊള്ളുന്ന ഈ സ്ഥാപനം ദൈവം തന്നെ പ്ലാൻ ചെയ്തതാണെന്ന് അറിയുമ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിയാകുക. എന്നെ ഈ സ്ഥാപനത്തിലേക്ക്, സ്കൂളിലേക്ക് ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ കാണിച്ച, റോൺഷാലമ്മയും മറ്റ് സഹോദരിമാരും ഒക്കെ കാണിച്ച സ്നേഹത്തിന്, താല്പര്യത്തിന് ഞാൻ നന്ദി പറയുക. എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ പിണങ്ങിയത്. നിങ്ങളാരും പറഞ്ഞേക്കരുത്, വിളിച്ചത് പിണങ്ങി കുതികുത്തി പോയെന്ന് പറഞ്ഞേക്കരുത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു അല്ലേ? അവസരത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചു. ഞാനിന്ന് പോൾ പിതാവിനെ, ആൽപ്പട്ട പിതാവിനെ വിളിച്ചു. പിതാവ്, ഞാനിവിടെ ജൂബിലി ആഘോഷിക്കാൻ എൻ്റെ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. പോണം, ഞാൻ നാളെ വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞങ്ങൾ നാളെയും ഒക്കെ ആയിട്ട്, നാളെയൊക്കെ ആയിട്ട് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിൽ CBC നടക്കുക. അപ്പോൾ മെത്രാന്മാരുടെ സമ്മേളനത്തിൽ നാളെ കാണും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ ഇവിടെ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിതാവിന് സന്തോഷമായി. പിതാവ് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി കുർബാനയ്ക്ക് ചെല്ലാനായിട്ട് എന്നെ ക്ഷണിച്ചു. അതുകൊണ്ട് പിതാവിൻ്റെ ആ ക്ഷണവും പിതാവിൻ്റെ അദൃശ്യമായ സാന്നിധ്യവും, ആത്മീയമായ അദൃശ്യമായ സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കുർബാന അർപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയ്ക്ക് അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാലക്കാട് രൂപതയിൽ പുരാണങ്ങളും ചരിത്രങ്ങളും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പാലക്കാട് രൂപതയുടെ ഒരു ഉറ്റ ബന്ധം, രാമനാഥപുരം രൂപതയും പാലക്കാട് രൂപതയും തമ്മിലുള്ള ഉറ്റ ബന്ധം ഒരു ശക്തിക്കും അറുത്തു മുറിച്ച് മാറ്റാൻ പറ്റില്ല. ഏത് ദുഷ്ടാരൂപികൾ കൊടുവാളായിട്ട് വന്നു കഴിഞ്ഞാലും, കൊടുവാൾ കൊണ്ട് വന്നാലും നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം, രാമനാഥപുരം രൂപതയിൽ ഇപ്പോഴുള്ള ദൈവജനം, വിശ്വാസി സമൂഹം, സമർപ്പിതര്, വൈദികര് ഒക്കെയുള്ള ആ സമൂഹവും പാലക്കാട് രൂപതയിൽ തമ്മിലുള്ള ബന്ധം ഒരു കാലത്തും അറുത്തു മുറിച്ച് മാറ്റാൻ പറ്റും. ആ ബന്ധം വളരെ ശക്തമാണെന്ന് കാണിക്കാൻ വേണ്ടി ശക്തരായ 2 വൈദികരെയാണ്, അച്ഛന്മാരെയാണ് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റെനി കാഞ്ഞിരത്തിങ്കൽ അച്ഛൻ, പ്രൊക്കുറേറ്റർ അച്ഛനെയും എൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട
ജിബിൻ പുലവേലി അച്ഛനെയും ബിഷപ്പ് ഹൗസിൽ നിന്ന് രണ്ടുപേരും എൻ്റെ ഇടവും വരും. ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നതല്ല. അപ്പൊ ഈ ഒരു സ്നേഹോഷ്മളത ഒരു കാരണവശാലും നമുക്ക് മാറ്റി കളയാൻ പറ്റില്ല. അത് അമ്മയുടെ ഈ പുക്കിൾക്കുടി പോലെയുള്ള ഒരു ബന്ധം അങ്ങനെയാണല്ലോ. സമയത്ത് അതങ്ങ് വേർപ്പെടും, അത് വളർച്ചയ്ക്ക് വേണ്ടിയുള്ള. പക്ഷേ ഈ ഒരു ബന്ധം, ഞാൻ ഇവിടെ വന്നതിൻ്റെ ഒരു ഉദ്ദേശവും കൂടി അത് തന്നെയാണ്. എനിക്ക് പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാകുന്നത് വേണമെങ്കിൽ എനിക്ക് CBSIക്ക് പോകാനുണ്ട്, അതുകൊണ്ട് തിരക്കാണ്, കൊണ്ടവേ ആണെങ്കിൽ പോലും പല കാര്യങ്ങൾ പറഞ്ഞു പറയും. പക്ഷെ അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം, ഈ രൂപത, പാലക്കാട് രൂപതയും രാമനാഥപുരം രൂപതകൾ രണ്ടാണെങ്കിലും ജനങ്ങൾ തമ്മിലുള്ള ഐക്യം, ദൈവജനം തമ്മിലുള്ള ഒരു ബന്ധം അതുണ്ടെന്നും കൂടുതൽ ശക്തിപ്പെടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബലിയർപ്പിക്കാനായിട്ട് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം എനിക്ക് ഒത്തിരിയേറെ സന്തോഷം. ഇവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരാണെന്നും പിന്നെ നമ്മുടെ കപ്പൂച്ചൻ അച്ഛന്മാർ, നമ്മുടെ സ്വന്തം അസീസി പുണ്യാളൻ്റെ ആത്മീയ അരൂപിയുള്ള ഒരേ കുടുംബത്തിൽപ്പെട്ട അച്ഛന്മാർ കാൽവരിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തിയതിൽ കുറിച്ച് സന്തോഷം. ഞാൻ വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഒന്നാന്തരം കൊച്ചച്ഛൻ എന്നെ കാര്യമായിട്ട് സ്വീകരിച്ചു. കത്തീഡ്രലിൽ നിന്ന് വന്ന അച്ഛനാണെന്ന് പറയും. പൊളിറ്റിനിറ്റി കത്തീഡ്രൽ രാമനാഥപുരത്തുനിന്ന് അച്ഛൻ ഇങ്ങോട്ട് പറിച്ചു നടക്കും. അപ്പോൾ വിശിഷ്ടമായ സേവനത്തിൻ്റെ അടിത്തറ അവിടെയുണ്ട്. വളരെ നല്ല ഡീലിങ്സ്, പെരുമാറ്റം. പുതർമണ്ണിൽ അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ കുറേ പേര് പാലക്കാടുണ്ട്, മണ്ണാർക്കാടുണ്ട്. എനിക്ക് അവരെയൊക്കെ അറിയാം. വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയൊക്കെ സജീവ പ്രവർത്തകരായിരുന്നു. ജോസിയേട്ടനും ബിനു അവരും വീട്ടുകാരും. അപ്പോൾ എനിക്ക് ഈ വീട്ടുപേര് കേട്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അസോസിയേറ്റ് തന്നെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നല്ല ആത്മീയ ചൈതന്യമുള്ള വൈദികരുടെ ശുശ്രൂഷ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഞാൻ മുൻകാലങ്ങളിൽ അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞു. അവരുടെയൊക്കെ ശുശ്രൂഷകളുടെ ഫലമായിട്ട് ദൈവം നമ്മളെ വളർത്തി. നമ്മൾ ആരും ഒറ്റയ്ക്ക് വളരുന്നില്ല. ഒരു കൂട്ടുത്തരവാദിത്വത്തിലും കൂട്ടുസ്നേഹത്തിലും പരസ്പരമുള്ള ബന്ധത്തിലുമാണ് വളർച്ചയുണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലുള്ള വളർച്ചയാണ് 50 വർഷത്തെ ചരിത്രത്തിൻ്റെ താളുകളായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സോവനിയറൊക്കെ മിക്കവാറും ഇറക്കുമായിരിക്കും അല്ലേ? ഇതിനോടനുബന്ധിച്ച് ഒരു സോവനിയർ, ഗോൾഡൻ ജൂബിലി സോവനിയർ എന്നാണ്. അതിൻ്റെ അകത്ത് ഓരോ പേജും നമ്മൾ ചേർത്ത് വെക്കുക. ഒരു സീക്വൻസിൽ പേജുകൾ ഇങ്ങനെ അടുക്കി ചേർത്ത് വെച്ചു. മൊത്തത്തിൽ അതിനൊരു കൂട്ടായ്മയുണ്ട് എല്ലാ പേജുകളും. അതേസമയം ഓരോ പേജും ഇൻഡിപെൻഡൻ്റ്, മാറ്ററുകൾ ഉള്ളടക്കം കൊണ്ട് വ്യത്യസ്തം. ഒരു സോവിനിയർ പോലെയാണ് നമ്മുടെ ജീവിതം. നമ്മളെല്ലാവരും ഇങ്ങനെ കൂട്ടായ്മയിൽ ഒരു സീക്വൻസിൽ, ഒരു സിംഫണിയിൽ ഇങ്ങനെ ചേർത്ത് ഒരുക്കി വെച്ചിരിക്കുക. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ പേജിനും, സോവിനിയറിൻ്റെ മാഗസിൻ്റെ ഓരോ പേജിനും വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാർ ഇവിടെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഈ സ്കൂളുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, സിസ്റ്റേഴ്സുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അവരുടെ സഹകരണം കാര്യമായിട്ടുണ്ട്. സിസ്റ്റേഴ്സ്, ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സെറാഫിക് പ്രോവിൻസിൽപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരും രൂപത കുടുംബത്തോട് കാണിക്കുന്ന ബന്ധം വളരെ ശക്തി. ഇപ്പോഴത്തെ നമ്മുടെ ടെറസീനാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം 100% ശരിയാണെന്ന് നിങ്ങളെല്ലാവരും സമ്മതിക്കുന്ന ഒരു വ്യക്തിയാണ്. പള്ളിയും പട്ടക്കാരനും ഇടവകയച്ഛനും വികാരിയച്ഛനൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. അപ്പൊ അത്രമാത്രം ഒരു പ്രാധാന്യം ദേവാലയത്തിന്, ഇടവക പള്ളിക്ക്, അവിടുത്തെ വികാരിയച്ഛന് ദൈവജനത്തിന് കൊടുക്കാൻ സന്നദ്ധ. ദൈവജനത്തിന്റെ കൂട്ടായ്മയിലാണ് ഞങ്ങളുടെ വളർച്ച എന്ന് അവർക്കറിയാം. ആ സഹോദരങ്ങൾ, എല്ലാ സഹോദരങ്ങളുടെയും സപ്പോർട്ടോട് കൂടി തന്നെയാണ് വളരുന്നത്. ഈ സന്യാസിനി സമൂഹം, FCC സന്യാസിനി സമൂഹം ഒന്നാം തരം ഒരു പ്രേക്ഷിത സമൂഹമാണ്. നമുക്കറിയാം അവരുടെ അരൂപി, ഒറിജിനൽ ഹാരിസം, ഒരു കോംപ്രമൈസും ഇല്ല. ഒറിജിനൽ ഹാരിസം അവർ ജീവിക്കുക. അസീസി പുണ്യാളന്റെ, ക്ലാര പുണ്യവതിയുടെ ഒക്കെ ഹാരിസം അവർ ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് അത്ഭുതസാമ കിട്ടിയത്. ഒരു വിചാരിക്കും ഞങ്ങളുടെ സ്വകാര്യ സ്വത്ത് അത്ഭുതസാമ അല്ല, എല്ലാവരുടെയും സമ്പത്താണ് അത്ഭുതസാമ. പക്ഷെ അത്ഭുതസാമയുടെ ആ ഒരു അരൂപിയുണ്ട്. ഒരുപാട് സ്വർഗീയ വിശുദ്ധരുടെ അരൂപി സംഭവിക്കുന്ന ഒരു കോൺഗ്രിഗേഷനാണ്. അതിന് വളർച്ചയുണ്ടാകും. അവരുടെ പെരുമാറ്റങ്ങൾ അങ്ങനെയാണ്. 50 വർഷത്തെ ചരിത്രം, 50 വർഷത്തെ ജീവനുള്ള ചരിത്രത്തിന്റെ ഉടമകളാണ്. ജീവനുള്ള ചരിത്ര, നിർജീവങ്ങളായിട്ട് ചരിത്രം അല്ല. ഓരോന്നിനും ജീവനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സംഭവങ്ങൾ ഒത്തിരിയുണ്ട്. ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തില്, 50 വർഷം മുൻപ് ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് ഇവരോട് വന്ന് തുടക്കമിട്ടു.
ബഹുമാനപ്പെട്ട കടമ്പാട്ടുപറമ്പിലച്ഛൻ ചരിത്രം വായിച്ച് നമ്മൾ കേട്ടു. ആരംഭത്തില് കടമ്പാട്ടുപറമ്പിലച്ഛന്റെ ഒരു ഭ്രാന്തദർശിത്വം ദൈവമായ കർത്താവ് സൗജന്യമായിട്ട് കൊടുത്തു. ആ അച്ഛന്റെ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഫലമായിട്ട് കാര്യങ്ങളിലൂടെ ആരംഭം കുറിച്ചു. തുടർന്ന് ഇങ്ങോട്ട് ഇപ്പോൾ നമ്മുടെ എത്തി നിൽക്കുന്ന ആലപ്പാടച്ചൻ വലിയ ജോസഫ് അച്ഛൻ വരെ അച്ഛനെ വിളിച്ചിരുന്നു. അച്ഛൻ കുറച്ച് കഴിയുമ്പോഴെത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മീറ്റിങ്ങിന് പോയിരിക്കും. അങ്ങനെയുള്ള വികാരി അച്ഛന്മാർ. പിന്നെ ഇവിടെ നമ്മുടെ സന്യാസിനി സമൂഹത്തിന്റെ ഇവിടെ പറഞ്ഞു പല സുപ്പീരിയേഴ്സ്, പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, കൗൺസിലേഴ്സ്, ലോക്കൽ സുപ്പീരിയേഴ്സ്. അങ്ങനെ ഒരു സുപ്പീരിയർ ആണ് എങ്കിൽ പോലും, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി. ഒരു സമൂഹത്തിന്റെ ഒരു സുപ്പീരിയർ ആണ്, അധികാരിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത, ബാക്കിയുള്ള സമൂഹക്കാരെ ഓടിക്കരുത്, ഈ സമൂഹത്തിന്റെ പ്രത്യേകത സുപ്പീരിയേഴ്സ് വലിയൊരു ശുശ്രൂഷകരെ പോലെ. അത് വലിയ ഒരു ഉൾക്കാഴ്ച. ശുശ്രൂഷകർ, അധികാരികള് ശുശ്രൂഷകരെ പോലെ. ഈശോ പറഞ്ഞില്ല, വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നു. യജമാനത്വം പുലർത്തുന്ന ഭരണകർത്താക്കൾ അങ്ങനെയല്ല, യജമാനത്വം പുലർത്തുന്ന ഭരണകർത്താക്കളല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സഹോദരിമാരുടെ നിങ്ങളുടെ സ്വതസിദ്ധമായ കോൺഗ്രിഗേഷന്റെ ഉൾഭാഗങ്ങളിലുള്ള നന്മകൾ തന്നെയാണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് ആധാരം. നിങ്ങളിലുള്ള അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള കാര്യസ്ഥത്തോടുള്ള ഒരു ബന്ധം, അതാണ് നിങ്ങളുടെ വളർച്ചയുടെ അടിസ്ഥാനം. അതാണ് ഈ 50 വർഷത്തെ ചരിത്രം നിങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങളുടെ സമർപ്പിത ജീവിതം നയിച്ചു. ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങളുടെ കാര്യസ്ഥത്തിന് ചേർന്ന വിധത്തിൽ അന്തസ്സായിട്ട് ഞങ്ങൾ സമർപ്പിത ജീവിതം നയിച്ചു. തമ്പുരാൻ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിന്റെ അടയാളമാണ്, സൂചനയാണ് ഞങ്ങൾ നയിക്കുന്ന സ്ഥാപനത്തിന്റെ വളർച്ച. ഈ സ്ഥാപനത്തിലെ അധികാരികൾ എവരാണെങ്കിലും അതിന്റെ ഒന്നും ഉടമസ്ഥ അവകാശം അവരിങ്ങനെ നെറ്റിത്തടത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇത് ദൈവത്തിന്റെയാണ്, സന്യാസ സമൂഹത്തിന്റെയാണ് എന്നുള്ള ഒരു ഡിറ്റാച്ച്മെന്റോട് കൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്തുമാത്രം മനുഷ്യരാണ്, കുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ പഠിച്ചു പോയിട്ടുള്ളത്. 50 വർഷത്തെ ചരിത്രം, അലുംനായി എത്രയോ പേര് ഉന്നത നിലവാരത്തിലേക്കൊക്കെ ഉയർത്തിവിടാൻ ഈ സ്ഥാപനം, നമ്മുടെ സ്കൂള് കൊണ്ട് സാധിച്ചിട്ടില്ല. രാഷ്ട്ര നിർമ്മാണത്തിനും സമൂഹത്തിന്റെ പരിഷ്കരണത്തിനും ഒക്കെ എത്രയോ വ്യക്തികളെയാണ് നമ്മുടെ ഈ സ്ഥാപനം, ഈ സ്കൂൾ സംഭാവന ചെയ്തത്. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത് നൽകിയ ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശം 50 വർഷങ്ങളായിട്ട് മാന്യമായ വിധത്തിൽ നിങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുക. ദൈവം തെരഞ്ഞെടുത്ത് നൽകിയ സ്ഥാപനത്തിന്റെ ഉദ്ദേശം അതിന്റെ ഏറ്റവും നന്മയില് നിങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക, നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ജൂബിലി വർഷത്തിന്റെ ജൂബിലിയുടെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കും. ജൂബിലി വർഷത്തിൽ വെറുതെ ഇരുന്നാൽ മതി എന്നാണ് ഈശോ അല്ലേ? ദൈവം പറയാം, ജൂബിലി വർഷത്തിൽ വെറുതെ ഇരുന്നാൽ മതി, ആരും ഒന്നും ചെയ്യണ്ട. വിതയ്ക്കുകയോ നടുകയോ കൊയ്യുകയോ ഒന്നും വേണ്ട. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഈ വർഷം ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരുമോ? ഗതികേടായ കർത്താവേ, അല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളിന്ന് വായിച്ചു കേട്ട പഴയ നിയമഭാഗത്തിന് പുറകോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാകും, അതിനു മുൻപുള്ള വർഷത്തെ ഞാൻ അനുഗ്രഹിക്കും. 7-ാം വർഷം സാബത്ത് വർഷം, പക്ഷെ അതിനു മുൻപുള്ള വർഷത്തിലെ ഞാൻ മാക്സിമം അനുഗ്രഹിക്കും. സാബത്ത് വർഷത്തേക്ക്, ജൂബിലി വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ അതിനു മുൻപുള്ള വർഷത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകും. പ്രൊവിഡൻസ്. തൊട്ട് മുൻപുള്ള വർഷത്തില് ദൈവം തന്റെ പരിപാലനം നൽകാൻ. അതുകൊണ്ട് ജൂബിലി വർഷത്തിൽ മാക്സിമം ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാൻ. ഞാനാണ് നിങ്ങളുടെ കർത്താവ്, ഞാനാണ് ദൈവം. ഈ ഒരു തികഞ്ഞ ബോധ്യത്തിൽ മുന്നേറാൻ സാധിക്കും. തൊട്ട് മുൻപുള്ള വർഷങ്ങളിലേക്ക് നിങ്ങളൊന്ന് പോയാൽ മതി. 7-ാം വർഷം ജൂബിലി വർഷം, അതിന് മുൻപുള്ള വർഷം എങ്ങനെയായിരുന്നു? ആത്മപരിശോധന ചെയ്യാം നമുക്ക്. ഈ ഒരു വർഷം, തൊട്ട് മുമ്പുള്ള ഒരു വർഷം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് 49 വർഷത്തേക്കുള്ള ചിന്തയാണ്. ഈ വർഷങ്ങളിലെല്ലാം 50-ാം വർഷത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുകയാണ്. 50-ാം വർഷത്തെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ ബാക്കിയുള്ള എല്ലാ വർഷങ്ങളെയും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെയാണ് ജൂബിലി വർഷത്തിൽ നമ്മളായിത്തീരുന്നത്. ജൂബിലി വർഷത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത്, ആഘോഷിക്കുന്നത്. ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നു. ഏറ്റവും പ്രധാനമായി ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ, ഈ സ്ഥാപനം വഴി അനേകരെ ഔന്നത്യത്തിലേക്ക് ഉയർത്താൻ ദൈവം അനുഗ്രഹിച്ചത് നമ്മൾ നന്ദി പറയും. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുവചനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി 1-2 കൊച്ചു കാര്യങ്ങളും കൂടി സന്ദേശമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശം. ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശം. ഒരു കോൺഫിഡൻസ് തരുന്ന വചനം, നമുക്ക് പ്രവർത്തിക്കാൻ ഉന്മേഷം തരുന്നൊരു വചനം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശം. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന ഒരു തിരുവചനം. ഓരോ വചനത്തിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് ധ്യാനിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരു ഉന്മേഷം, ഒരു ഉണർവ് തരുന്ന, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. ആ പ്രകാശത്തിൽ നിന്ന് അല്പമെങ്കിലും ലൈറ്റ്, പ്രകാശം കിട്ടിയവരാണ്. ഈശോയാകുന്ന പ്രകാശത്തിൽ നിന്ന് പ്രകാശം കിട്ടിയവരാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മനോഹരമായ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശം. ഈ സ്കൂളിന്റെ പേരെന്താണ്? ക്രിസ്തു ജ്യോതി. ഈശോയാകുന്ന പ്രകാശം അല്ലേ? ഈശോ എന്ന പ്രകാശം, ക്രിസ്തു ജ്യോതി. എന്നിട്ട് ഈശോ പറയുക, മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമാണ്. ഇതത്ര മലയൊന്നും അല്ലെങ്കിലും തമ്പുരാൻ ഉയർത്തി നിർത്തിയിരിക്കുന്ന ഒരു മലയിലെ പട്ടണം പോലെയാണ്. തുടർന്നുള്ള വചനം, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക, അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകും. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. ഇവിടെ രണ്ട് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താ? നമുക്ക് തന്നിരിക്കുന്ന സ്കിൽസ്, നൈപുണ്യങ്ങൾ, കഴിവുകൾ, ടാലൻസ്, ഇതൊക്കെ മറ്റുള്ളവർ കാണുകയും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ രീതിയിലും ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും ഒരുപോലെയുള്ള കഴിവുകളോ ടാലൻസ് ഒന്നുമില്ല. പലരും കൂടുമ്പോഴാണ് ഒരു സമൂഹത്തിന്റെ പൊതു നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള അത്ര അളവില് നന്മകളുണ്ടാകും. ഇപ്പൊ പോസിറ്റീവായിട്ടുള്ളത്, വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വെക്കാതെ പീഠത്തിൽ വെക്കുക, ഇതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഞാൻ 50 വർഷം ജോലി ചെയ്ത് മടുത്തു, ഇനി എവിടെയെങ്കിലും പോയി വെറുതെ ഇരിക്കണം. എനിക്ക് ഇനിയും ജോലി ചെയ്യാൻ സാധിക്കും, പക്ഷെ ഞാൻ മടുത്തു. എൻ്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ ചില ചിന്തകൾ പറയും. ഇനി എന്നെ കൊണ്ടൊന്നും അത്ര വലിയ കാര്യമില്ല. അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. 50 വയസ്സ് വരെ നിനക്ക്, അല്ലെങ്കിൽ അത്ര വയസ്സ് വരെ നീ ലോകത്തിന് പ്രകാശമായിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ നീ അന്ധകാരമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാ ജീവിതത്തിന്റെ അവസാനം വരെ. ഏതെങ്കിലും വിധത്തില് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ നിനക്ക് സാധിക്കും. ഏതെങ്കിലും വിധത്തില് ആ പ്രകാശം എന്താണെന്ന് ഈശോ പറയുന്നുണ്ട്. സൽപ്രവർത്തികളുടെ പ്രകാശമാണ്. സൽപ്രവർത്തികളുടെ പ്രകാശം. അപ്പൊ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, വിളക്ക് കൊളുത്തി പീഠത്തിന്മേൽ കയറ്റി വയ്ക്കുക, അതിന്റെ ഉദ്ദേശം എല്ലാവർക്കും പ്രകാശം ഉണ്ടാകും. ദൈവത്തിന് മുഖത്തോട്ടൊന്നുമില്ല, കുറച്ചു പേര് മതി, കുറച്ചു പേര് വേണ്ട, അല്ല. ദൈവത്തിന് എല്ലാവരും വേണം. നമ്മളൊരു സമൂഹത്തിലായിരിക്കുമ്പോൾ ആ സമൂഹത്തിലുള്ള എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാ. സാമ്പത്തികമായി കഴിവുള്ളവരും പാവപ്പെട്ടവരും മാർജിനലൈസ്ഡ് എല്ലാവരും നമുക്ക് വേണം. എല്ലാവരെയും പ്രകാശിപ്പിക്കാനുള്ള ദൗത്യമുണ്ട്. നീ കൊണ്ടു നടക്കുന്നത് ഈശോയുടെ പ്രകാശം. ഈശോയുടെ പ്രകാശമാണെങ്കിൽ അതിന് ഒരു മുഖത്തോട്ടുമില്ല. നീ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാകണം, എല്ലാവരും നിനക്ക് വേണ്ടപ്പെട്ടവരാകണം. നമ്മുടെ ഈ ഭവനം, നമ്മുടെ ഈ സ്ഥാപനം എല്ലാവർക്കും വേണ്ടപ്പെട്ടതാകണം. ആണ് അങ്ങനെയുള്ള ഒരു ചിന്ത പോസിറ്റീവാണ്. അതുകൊണ്ട് മലമുകളിൽ നമ്മൾ പീഠത്തിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ പ്രകാശിക്കട്ടെ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടാകും. നെഗറ്റീവ് എന്താ? പറയുടെ കീഴിൽ കൊണ്ട് വെച്ചേക്കുക, പറയുടെ കീഴിൽ, കട്ടിലിൻ്റെ അടിയിൽ. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്തോ ഒരു മാനസികമായ പ്രയാസം, തകരാറുകളുണ്ട് അല്ലേ? ഒന്നാന്തരം വെളിച്ചം കയ്യിലിരിക്കെ ഇതൊന്നുമില്ലാതെ നേരെ കൊണ്ട് കമിഴ്ത്തി വയ്ക്കുക. സംതിങ് റോങ് വിത്ത് ഹിസ് മൈൻഡ്. ഇത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഭാഗമായിക്കോട്ടെ വിചാരിച്ചിട്ട്. സംതിങ് റോങ് വിത്ത് ഹിസ് മൈൻഡ്. അപ്പൊ എന്തോ ഒരു പ്രയാസം, മാനസിക തകരാറുകൾ അല്ലെങ്കിൽ അദ്വൈതം. അപ്പൊ നമ്മള് പ്രകാശിപ്പിക്കുക. എങ്ങനെ പ്രകാശിപ്പിക്കുന്നു? സൽപ്രവർത്തനം. സൽപ്രവർത്തനം എന്തിനു വേണ്ടി ചെയ്യുന്നു? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. ദൈവവുമായുള്ള ഒരു ബന്ധമില്ലാത്ത പ്രവർത്തികളൊന്നും ശോഭിക്കുകയാണ്. എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും അതിനൊരു ദൈവോന്മുഖത ഇല്ലെങ്കിൽ, ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അത് ശോഭിക്കുകയാണ്. ചുരുക്കം പറഞ്ഞ ഒരു സാക്ഷ്യത്തിന്റെ ജീവിതമാണ് ഉദ്ദേശിക്കുന്നത്. സാക്ഷ്യത്തിന്റെ ജീവിതം, ക്രൈസ്തവ സാക്ഷ്യം, സമർപ്പിത സമൂഹത്തിന്റെ സാക്ഷ്യം, ഖാരിസത്തിന്റെ സാക്ഷ്യം.
അത് ചെയ്യുവാനായിട്ട് നീ സാധിക്കും. അതിലൂടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാനം ദൈവത്തിന്റെ മഹത്വമാകട്ടെ. അവനവന്റെ മഹത്വമല്ല, ദൈവത്തിന്റെ മഹത്വമാകട്ടെ. ഈ മനോഹരമായ സ്കൂളും ഈ ക്യാമ്പസും ഇതിനെ പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികളുടെ ഉന്നത നിലവാരമൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. ജൂബിലി ആഘോഷിക്കുന്ന ഭവനത്തെ സംബന്ധിച്ച് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ദൈവത്തിന് മഹത്വം നൽകാനുള്ളതാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് മഹത്വപ്പെടാൻ വേണ്ടിയുള്ളത്. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ സ്ഥിരമായി മഹത്വപ്പെടുത്താൻ ആ മഹത്വം നൽകലിന് ഒട്ടും കുറവ് വരാതെ മുമ്പോട്ട് പോകാൻ ഈ ജൂബിലി ആഘോഷം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം നൽകാൻ ഒരു ജൂബിലി ആഘോഷം, ഇതാണ് നമ്മുടെ മോട്ടോ. ദൈവത്തിന് മഹത്വം നൽകാനുള്ള ഒരു ജൂബിലി ആഘോഷം. ഒപ്പം ഈ ജൂബിലി ആഘോഷിക്കാൻ, ഇത്രമാത്രം ഭംഗിയായി ആഘോഷിക്കാൻ, ഈ നില വരെ എത്താൻ നമ്മളെ സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാനുള്ള അവസരം. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഈ ജൂബിലി കുർബാനയിൽ, ഇന്നത്തെ ദിവസത്തെ ജൂബിലി കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹീതരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഈശോ തന്നിരിക്കുന്ന വെളിച്ചമുണ്ട്, പ്രകാശമുണ്ട്. അത് സൽപ്രവർത്തികളിലൂടെ കൂടുതൽ പ്രകാശിതമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ, വർഷത്തിലാണ് ഇവിടെയും നമ്മൾ ഈ ജൂബിലി ആഘോഷിക്കുന്നത്. രൂപതയുടെ ജൂബിലി ആഘോഷത്തിലേക്ക് കയറിയ ഉടനെ തന്നെ ഒരുപാട് ജൂബിലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സിൽവറും ഗോൾഡനും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഗോൾഡൻ ജൂബിലി ആഘോഷം. അതുകൊണ്ട് നിങ്ങൾ ഈ ജൂബിലി ആഘോഷവേളയിലും അല്ലാത്തപ്പോഴും നമ്മുടെ പാലക്കാട് രൂപതയെയും രൂപതയിലെ വൈദികരെയും വിശ്വാസി സമൂഹത്തെയും അതിൻ്റെ കൂടെ രൂപതയിലെ മെത്രാനെയും ഒന്നോർത്ത് പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി മാത്രമല്ല, അഭിവന്യ മനത്തോടത്ത പിതാവിനെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. ഇപ്പോൾ നമ്മുടെ രൂപത അധ്യക്ഷൻ, നമ്മുടെ ഇവിടുത്തെ രൂപത അധ്യക്ഷൻ അഭിവന്യ പോൾ ആലപ്പാട്ട് പിതാവിനെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ടെങ്കിലും ജൂബിലിയുടെ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വിജയങ്ങൾക്ക് വേണ്ടി, അജപാലന ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി നമ്മൾ സവിശേഷമായ വിധത്തിൽ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നമ്മുടെ ഈ രാമനാഥപുരം രൂപതയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഈ ക്രിസ്തുജ്യോതി. നമ്മുടെ യൂർദ്ദുമാത ഫൊറോനപ്പള്ളി ക്രിസ്തുജ്യോതി സ്ഥാപനങ്ങൾ, നമ്മുടെ ആശുപത്രിയെല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇത് രൂപതയുടെ ഒരു ഘടകം എന്ന നിലയിൽ ജൂബിലി ആഘോഷിക്കുമ്പോൾ അത് രൂപതയുടെ തന്നെ ഒരു മഹത്വത്തിന്, രൂപതയുടെ തന്നെ അഭിമാനത്തിന് കാരണമാണ്. നമ്മുടെ ഈ രൂപതയിലെ ഒരു സ്ഥാപനം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കും. അത് അഭിമാനത്തിന് കാരണമാണ്. അങ്ങനെയുള്ള അഭിമാനപൂരിതമായ കാര്യങ്ങളിലേക്ക് കർത്താവിനെയും നമ്മെ നയിക്കട്ടെ. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട തെരേസേനാമ്മയ്ക്കും അതുപോലെ കൗൺസിലേഴ്സിനും ഇവിടെയുള്ള മറ്റ് സിസ്റ്റേഴ്സിനും വന്നവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം ജൂബിലി മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ഇവരെന്റെ പ്രിയങ്കരനാകുന്നുവെന്ന് പിതാവിൽ നിന്ന് സാക്ഷി ലഭിച്ച മിശിഹായെ, കർത്താവ് ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായെ, നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോർദാനിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ രക്തത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായി നിന്നോട് ലഭിച്ച വിശ്വാസത്തിൽ വളരാനും സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ
സമർപ്പിക്കുന്നു. പിതാവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നതോടൊപ്പം പിതാവിൻ്റെ ജീവിത നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഉത്തരവാദിത്തങ്ങളെയും അങ്ങ് 100 മേനി ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവിശ്യാളമേയും ടീം അംഗങ്ങളെയും അനുഗ്രഹങ്ങളാൽ അങ്ങ് സമ്പന്നമാക്കണമേ. ഞങ്ങളുടെ ഈ ഭവനവും സ്ഥാപനവും ഏത് ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായിരിക്കുന്നുവോ ആ ലക്ഷ്യം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി നൽകണമേ. അങ്ങയുടെ കരുണാസാഗരത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരി വിതറി ഇന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായേ, നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേഫിനെയും സാദരമോദീടാം പാവനീയേ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയോർത്തിടാം.
കാത്തു വസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോദ്ധാരത്തിൽ ശരണം തേടുന്നു ബുദ്ധിമരായിടുവാൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വശക്തനായ സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വസൃഷ്ടികൾക്കും ആദിസാധനം യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിലെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും സേവനാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതര വിശ്വാസികളുമായ എല്ലാ മരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഇവരെ നമുക്ക് സഹായത്തിന് രക്ഷിക്കുകയും സ്വർഗരാജ്യത്തിൽ ജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, മഹാനായ കരങ്ങളോടെ പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ രണ്ടാമത്തെ കൂദാശക്രമം നിനക്ക് അക്കാലത്ത് ചെല്ലാൻ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ കൂദാശക്രമമാണ് നമ്മൾ ചൊല്ലുന്നത്. കർത്താവേ, സർവ്വശക്തനുമായ ദൈവമേ, അങ്ങ് സകലത്തിന്റെയും കാരണബോധനം സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും ഔന്നര്യവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് ഈശോ മിശിഹ തന്റെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും പരിശുദ്ധവും സുന്ദരവുമായ ദിവരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോട് ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി.
അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങയെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവ്യസുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, വിശുദ്ധമായ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്നായി ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയുടെ ഭക്തിയുടെ കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും സുധാരൻ സഹവാസവുമീ നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരം എന്നും എല്ലായ്പ്പോഴും എവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവും കർത്താവും അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിന്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങയിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പൗത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങളും ആനന്ദപൂർവ്വം തിരുനാമം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അവിഭാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുൻപാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന ബലഹീനമായ മർത്യഗണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു.
കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങേ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ അങ്ങയുടെ അനന്ത ജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാ പദ്ധതി മുഴുവനും കാലത്തിന്റെ തികവിൽ അവിടുന്ന് തന്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവരും അവിടുന്ന് ആകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹാ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തന്റെ ശരീരത്തിന്റെ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തന്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ വിശുദ്ധ സ്നേഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു: ഇത് ലോകത്തിന്റെ ജീവനു വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യം ഇടയവരും ബലഹീനരും നിസ്സാരരുമായ ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പാപമൂലം അയോഗ്യരായിരുന്നിട്ടും അങ്ങ് കാരുണ്യാതിരകത്താൽ ഞങ്ങളെ അങ്ങിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികവുമായ ശുശ്രൂഷ അങ്ങയുടെ മുൻപാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാ വഴി ഞങ്ങൾക്കെല്ലാവർക്കും കൈവന്ന മഹത്തായ രക്ഷ കൃതജ്ഞതാപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവകുഞ്ഞാടിന്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യമായ ബലി നുറുങ്ങിയ ഹൃദയത്തോടും വെളിയാത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ തൃത്വത്തിന് മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്ന് വസിക്കാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിവാഹീയതകളും സഭയിൽ തകർക്കണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കാൻ ഇടയാക്കണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവ് തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായും നിങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്ത
സഭയുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോൾ മെത്രാനും മാർ പീറ്റർ പിതാവും മറ്റെല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും സംസ്ഥാനമാരും സമർപ്പിതരും പരമായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നമ്രതയോടും ഭയഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവേശ്വര പ്രത്യക്ഷനാകുമ്പോൾ അപ്പോനതഭാഗത്തിന് യോഗ്യരാകുന്നതിനും ഇടയാക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെ മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരാനിടയാക്കണമേ. പാപിയും അയോഗ്യനുമായ ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിപ്പിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്താൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയും മത്സരത്തിന്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. സത്യവിശ്വാസത്തോടെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങ് അനാദി മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിന്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവർ അറിയട്ടെ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവിശ്വംസിക പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, ആരാധ്യനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ ഈ സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. നിങ്ങൾ നിസ്സംഗരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കൃപാരിയുടെയും മേൽ ഇറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസായും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസായും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിന്റെയും ശരീരത്തിന്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്ക് അനുസൃതം വ്യാപരിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവേശ്വംസിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യോഗ്യമാം വിധം സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. പരിപീഠത്തെയും ഭാവമോചകമായി തിരിച്ചറിയപ്പെടുന്നതിനെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഖവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ കർത്താവിശ്വംസിഹായെ നാമത്തിൽ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളുമാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ അത്രകളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്ഠുകരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ.
ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗ്ഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജനത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാനും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായേ, മാമോദീസയിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുവരാൻ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്നതിന്റെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെ നാഥായ നയിക്കും. രക്ഷകനായ മിശിഹായെ ലോകത്തിലേക്ക് അയക്കുകയും യോർദാനിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തന്റെ ശരീരരക്തങ്ങളാൽ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗരാജ്യത്തിൽ നമ്മെ അവകാശികളാക്കിയ ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുകയും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയമാണ്. ആദ്യം അഭിമന്യ പിതാവും സഹകാർമ്മികരും ചേർന്ന് ഫോട്ടോ എടുക്കും.